വെൽക്കം ബാക്ക്. ഇന്നത്തേത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നേരം വൈകി എണീറ്റാൽ പോലും കറികളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സ്മൈലിംഗ് ഒന്ന് കമൻറ്റ് ചെയ്തിടണേ. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ വറുത്തതാണെങ്കിലും വറുക്കാതായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ 250 ml മെഷറിംഗ് കപ്പാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തൈര് ചേർക്കുന്നുണ്ട്. തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മാക്സിമം പുളി ഇല്ലാതെ തൈര് എടുക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് 1 കപ്പ് അളവിൽ റവ എടുത്ത സെയിം അളവ് തന്നെ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഈ ഒരു സമയത്ത് വേണ്ട കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു സൈഡിലേക്ക് അവിടെ അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കി ചെറിയൊരു പരിപാടിയും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാനിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഓയിൽ എന്താണ് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പില്ലേ അതും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു ചെറിയൊരു കളറൊക്കെ മാറി വരുന്നവർ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത്ര ആയതിനു ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അധികം വലുപ്പമില്ലാത്ത സൈസ് ഒരു ചെറിയ സവാളയും ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങനെ ഓവർ സോഫ്റ്റായിട്ട് വഴലാൻ പാടില്ല. സവാള ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വഴച്ചെടുക്കുമല്ലോ, അത്ര മാത്രം മതി. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് നല്ലപോലെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണേ. ഇനിയിപ്പോൾ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ബാറ്ററില്ല, അതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നല്ലപോലെ ഉടച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മീഡിയം വലുപ്പമുള്ള ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഓവർ വലുപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പകുതി മതിയാവും കേട്ടോ. ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള മസാലയില്ലേ അത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ഫില്ലിങ്ങിലും മാവിലൊക്കെ ഇട്ടതാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ഇടാം. അങ്ങനെ ഇതാ നമ്മുടെ ബാറ്ററി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് മെയിനായിട്ടുള്ളൊരു ഐറ്റം ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഒരുപാട് കൂടേണ്ട, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി, ഒരു 2 പിഞ്ചൊക്കെ മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് നമുക്ക് ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്പച്ചട്ടിയില്ലേ, വെള്ളയപ്പം ചുടുന്ന ആ ഒരു ചട്ടിയിലാണ് കേട്ടോ. ഇതിന് പകരം ചീനച്ചട്ടി ചെയ്യുന്നുണ്ട്, അങ്ങനെയും ചെയ്യും. നടുവേ കുഴിയുള്ള എന്തെങ്കിലും ഒരു പാത്രം ആകുമ്പോൾ ഒന്നുകൂടി നല്ലൊരു നമ്മുടെ ബണ്ണപ്പത്തിൻ്റെയൊക്കെ ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം ഞാൻ അത് കുറച്ചൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എടുക്കട്ടെ, പക്ഷേ നെയ്യിലാകുമ്പോൾ ഒന്നുകൂടി ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ 1-1.5 സ്പൂണോളം മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇതിപ്പം ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഏകദേശം ഒരു 1.5 സ്പൂണോളം ഒഴിക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 1 സ്പൂൺ മതി കേട്ടോ. കാരണം ഒരുപാട് കൂടുതലായിട്ട് മാവ് ഒഴിക്കുന്ന സമയത്ത് വേവാൻ ടൈം എടുക്കും. അത്യാവശ്യം വേവുണ്ടല്ലോ ഇതിന്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് മാവ് ഒഴിച്ച് ഉടനെ തന്നെ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. എത്രത്തോളം ചെറിയ തീയിലാക്കിയിട്ട് വെക്കാൻ പറ്റും അത്രത്തോളം ചെറിയ തീയിലാക്കിയിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എങ്കിലേ കറക്റ്റായിട്ട് ഉള്ളൊക്കെ വേവുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ ഒരു സൈഡ് ഇപ്പോൾ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലൊന്നുകൂടി നെയ്യ് ബ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. പിന്നെ ഈ ഒരു പാനിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇതാ ഈ ഒരു സൈഡും കൂടി അതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിത് ചുട്ടെടുത്ത് കഴിഞ്ഞ് ഉടനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഒട്ടുന്ന ടെക്സ്ചർ ആയിരിക്കും കിട്ടേണ്ടത്. കുറച്ചൊന്ന് ആറിയിട്ട് വേണം കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ.
അങ്ങനെ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നർ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ടൈപ്പ് പുതിന ചട്നിയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ തനിയെ ചൂടോടെ കഴിക്കാനും അടിപൊളിയാണ്. കാരണം വെജീസൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ കറികൾ വേണമെന്ന് പോലും ഇല്ല. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലെങ്കിലും കമൻ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്